ഇപ്പോൾ കൃത്യം പോലൊരു സിനിമ. അപ്പോൾ ആ സിനിമയുടെ വിജയപരാജയ സാധ്യതകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അതിലുണ്ടായിരുന്ന കോസ്റ്റ്യൂംസ്, അതിന്റെ മേക്കിംഗ്, ഷോട്ട് ഡിവിഷൻ, ലൈറ്റിംഗ്, എഡിറ്റ് പാറ്റേൺ അതൊക്കെ വളരെ പുതിയതായിരുന്നു ആ സമയത്ത്. അതായത് ഒരു യങ് ആയിട്ടുള്ളൊരു നമ്മൾ അങ്ങനെ പ്രായത്തെ അധികരിച്ച് പറയാലോ, വളരെ യങ് ആയിട്ടുള്ള ഒരാൾ ഡയറക്റ്റ് ചെയ്ത പോലെയാണ് കൃത്യം കാണുമ്പോൾ തോന്നുക. ബഡാദോസ്, അതിനകത്ത് വന്നിട്ടുള്ള ടെക്നോളജി കാര്യങ്ങള്, സത്യമേവ ജയത ഓഫ് കോഴ്സ് പേഴ്സണൽ ഫേവറേറ്റ് സത്യമേവ ജയതയാണ്. പലപ്പോഴും ആളുകൾക്ക് ഇത് വിജയ് തമ്പി ഡയറക്റ്റ് ചെയ്തതാണെന്ന് അറിയാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോണറിൽ പോരുന്ന ആഗ്രഹമുള്ള ആളാണ്. ഓക്കെ. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ജോണറല്ല. നമുക്കൊരു കഥ കേൾക്കുമ്പോൾ ആ കഥ എന്താ ആവശ്യപ്പെടുന്നത് അതുപോലെ ചെയ്യുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം വെർസറ്റാലിറ്റി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ ലിസ്റ്റിലുള്ള ആക്ഷൻ ഓറിയന്റഡ് സിനിമ ആയാലും ശരി, അല്ലെങ്കിൽ കുറച്ച് ഫാമിലി ഡ്രാമ, സൂര്യമാനസം പോലെയുള്ള, അവിടെ നിന്നാൾ ആരോഗ്യ ശ്രീമാൻ പോലെയുള്ള ഫാമിലി ഡ്രാമകൾ. അദ്ദേഹം സിനിമയല്ല, അല്ല. അങ്ങനെയുള്ള സിനിമകൾ. പിന്നെ കോമഡി ആയിട്ടുള്ള സിനിമകൾ, മുളുകെട്ട കോഴി അല്ലെങ്കിൽ തിരുതൽവാദി, അങ്ങനെയുള്ള സിനിമകൾ. പിന്നെ സിംഹാലം മേനോൻ. പിന്നെ ലവ് ആയിട്ടുള്ള ആണിപ്പം നമ്മൾ തമ്മിലുള്ള സിനിമ. അതുപോലെ അത്യാവശ്യം ഹൊററായിട്ടുള്ള സിനിമയും ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രി. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഉള്ളൊരു എല്ലാ വെറൈറ്റി സിനിമകളും ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രത്യേക ജോണിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ കോമഡിയെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആക്ഷനെ ചെയ്യുള്ളൂ, അങ്ങനെയില്ല. നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ആ സബ്ജക്റ്റ് എന്താവശ്യപ്പെടുന്നു അതനുസരിച്ചാണ് സിനിമ ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. പിന്നെ ഭാഗ്യത്തിന് എൻ്റെ ആദ്യ സിനിമ ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയായിരുന്നു. അടുത്ത സിനിമ കോമഡിയും ആക്ഷനും ചേർന്നായിരുന്നു. അങ്ങനെയൊക്കെ ഒരു മിക്സഡ് അപ്പ് വന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ മണിരത്ന സിനിമകൾ കാണുമ്പോൾ അദ്ദേഹത്തിനെയാണെന്ന് മനസ്സിലാവുന്ന രീതി ഉണ്ടല്ലോ, ഷാജി കൈല സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവുന്ന രീതി ഉണ്ടല്ലോ, അതിനൊരു സിഗ്നേച്ചർ ഉണ്ടാക്കാനുള്ള ശ്രമമില്ലാതെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. നമ്മൾ ആ സിനിമയാണ്, ആ സിനിമ എന്താവശ്യപ്പെടുന്നു, ആ കഥ എന്താവശ്യപ്പെടുന്നു, അങ്ങനെ ചെയ്യണം. അല്ലാതെ ഇപ്പൊ ഞാനൊരു കോമഡി സിനിമയില് ഷോർട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടെക്നോളജി വെച്ചിട്ട് കളിച്ചിട്ട് കാര്യമില്ല. അത് പെർഫോമൻസ് ആണ്. കോമഡി സിനിമ എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആണ്. ആ പെർഫോമൻസിനുള്ള അവർ അവസരം കൊടുക്കുക എന്നുള്ളത്. അല്ല അതിനകത്ത് ഒരു സീനിൽ 100 ഷോട്ട് കട്ട് ചെയ്ത് അപ്പൊ അതിന്റെ ഫ്ലോ പോകും. കോമഡി എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ആണ്. അതുപോലെ ഈവൻ നമ്മളൊരു സെന്റിമെന്റൽ സീൻ എന്ന് പറയുമ്പോൾ സെന്റിമെന്റൽ സീനും പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ്, ഷോർട്സിനല്ല. പക്ഷെ ഒരു ആക്ഷൻ സിനിമ വരുമ്പോൾ ഷോർട്സിനാണ് ഇമ്പോർട്ടൻസ്. ആ ഷോർട്സിലൂടെ വേണം ആ സിനിമ, ആ ആക്ഷൻ രംഗത്തെ നമുക്ക് കൊഴുപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള എൻ്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ സിനിമകൾ ആ രീതിയിലായിരിക്കും, കോമഡി സിനിമകൾ അതിൻ്റെതായ രീതിയിലായിരിക്കും. ഇപ്പോൾ ഫാമിലി സെന്റിമെന്റ്സ് ആണെങ്കിൽ അങ്ങനെ ആ രീതിയിലായിരിക്കും. അല്ലാതെ എൻ്റെതായ ഒരു സിഗ്നേച്ചറിന് വേണ്ടി ഞാൻ സിനിമ ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ ഊണ് കഴിക്കാൻ നേരത്ത് ടി വിയിൽ ഒരു സിനിമ കാണുക, അത് കണ്ടുകൊണ്ടൊരു സിനിമ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക, അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ വളരെ റെയറാണ്. അതായത് ഒരുപാട് കഥാപാത്രങ്ങളും അവരുടെ ഇടയിലെ തമാശകളും, എന്നാൽ വളരെ നർമ്മപ്രധാനമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണ് നമുക്ക് തോന്നുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമയാണ് ആരോഗ്യ ശ്രീമാൻ, അവിടെ തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്നുള്ള സിനിമ. അപ്പോൾ അതിൽ തന്നെ ഒരു വളരെ രസമുള്ള ഒരു സീക്വൻസ് ഉണ്ട്. എപ്പോൾ കോഴി ഇറച്ചി വാങ്ങിച്ചാലും ഇയാൾ വരുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അങ്ങനത്തെ മനുഷ്യരെ ശപിച്ച് അതിഥികളെ ക്ഷണിക്കേണ്ടി വരുന്ന കുടുംബങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കഥകളുണ്ടല്ലോ, അതായത് ശരിക്കും നാട്ടിൽ നടക്കുന്ന, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ സിംഹവാലൻ മേനോനിൽ പോലും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ആട്ടിൻപാല് മാത്രം കുടിക്കുന്ന ഒരു മനുഷ്യൻ, അതൊക്കെ വളരെ പുതിയ തരത്തിലുള്ള ക്യാരക്ടറൈസേഷൻ ആയിരുന്നല്ലോ. അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ സർ പേഴ്സണലി മിസ് ചെയ്യുന്നുണ്ടോ? ആ സിനിമകൾ അന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കാലാവൃത്തിയായിട്ട് ഇപ്പോഴും ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഗാഗ മെഡിക്കൽസ് എന്നല്ലേ വേണ്ടത്, ജി മെഡിക്കൽസ് എന്നൊക്കെ പറയുന്ന രസകരമായിട്ടുള്ള കൗണ്ടറുകൾ അന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് കാലാതീതമായി നിലനിൽക്കണം, അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ല. എൻ്റെ സിനിമകളെല്ലാം ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന പറയാം, ഹെഡ് ഓഫ് ടൈമാണ് പല സിനിമകളും. ഇപ്പോൾ ഈവൻ നഗരങ്ങൾ ചെന്ന് രാപാർക്കാം എന്ന സിനിമ എടുത്തു നോക്കൂ. അത് ഇന്നും ആ സിനിമയ്ക്ക് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്ക് 1-2 സിനിമകൾ ഇതുവരെ, ഞാൻ എല്ലാ സിനിമകളും ഇങ്ങനെ കാണും. തിയേറ്ററിൽ അധികം പോകാറില്ല, ഇടയ്ക്കിടയ്ക്ക് പോകും. തിയേറ്ററിൽ തന്നെ കാണണമെന്നുള്ള സിനിമകൾ തിയേറ്ററിൽ കാണും. അല്ലാതെല്ലാം OTP വരുമ്പോൾ കാണാറുണ്ട്. ഈ അതിൽ വരുമ്പോൾ കാണുമ്പോൾ ഇപ്പോൾ ഈ പല സിനിമകളും, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പല കോമഡി സിനിമകളും നോക്കുമ്പോൾ, ഇപ്പോൾ ആട് 3 എന്ന സിനിമ ഞാൻ ഇപ്പോൾ കണ്ടു. അത് നഗരങ്ങൾ ചെന്ന് രാവാർക്കാമിലെ പല സീക്വൻസുകളും അതിനകത്ത് സാമ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത്.
പക്ഷെ അതിപ്പോഴും എഹഡ് ഓഫ് ടൈം നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടോടി മന്നൻ എന്ന സിനിമയിൽ അതിന്റെ ക്ലൈമാക്സ് രംഗം എന്ന് പറയുന്നത് ഒരു അനധികൃതമായി ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് പൊളിക്കുക എന്നുള്ളത്. അപ്പൊ ആ ബിൽഡിംഗ് പൊളിക്കാൻ വേണ്ടിയിട്ട് നഗരഹൃദയത്തിലുള്ള ഒരു ബിൽഡിംഗ് പൊളിക്കുക. അപ്പൊ അത് സാധാരണ രീതിയിൽ പൊളിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ടാവുകയും അങ്ങനെ അത് ഈ കൺട്രോൾ ഡെമോളിഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ സിസ്റ്റം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സാധനം ആലോചിക്കുകയും അത് ആ സിനിമയിൽ വർക്കൗട്ട് ചെയ്തു. പക്ഷെ ഒരുപാട് പേരന്ന് പറഞ്ഞത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളില്ല, ഇതൊക്കെ വളരെ വളരെ ഇതായിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞൊരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം രാവിലെ എനിക്ക് എൻ്റെ പൂജ കാര്യങ്ങളൊക്കെ ഉള്ളപ്പം എൻ്റെ മൊബൈലിൽ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, സൈലന്റ് ആയിരിക്കും. നോക്കിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിക്കുന്നു, മനോരമയിൽ നിന്ന് വിളിക്കുന്നു, പല പ്രധാനപ്പെട്ട ചാനലുകളിൽ നിന്ന് വിളിക്കുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, എന്താ പ്രശ്നം എന്നറിയില്ലല്ലോ. ഞാൻ നേരെ തിരിച്ച് വിളിച്ചാൽ പറഞ്ഞു, സാർ അറിഞ്ഞില്ല? ഞാനില്ല സാറൊന്ന് TV ഓൺ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ കാണുന്നത് എന്താ, നമ്മുടെ മരടിലെ ഫ്ലാറ്റ് പൊളിക്കുകയാണ്. ഇതേ സിസ്റ്റം വെച്ചിട്ടാണ് പൊളിക്കുന്നത്, ഇതേ കൺട്രോൾ ഡെമോളിഷൻ. അപ്പം രസം എന്ന് കഴിഞ്ഞാൽ ആ TV ഫ്രെയിമിന്റെ ഒരു സൈഡിൽ റിയൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഡെമോഷനും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ നാടോടി മന്നനിലെ ആ സീക്വൻസും ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ അത് 6-7 വർഷത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു 2012 മറ്റാണ് ആ സിനിമ നാടോടി മന്നൻ വന്നത്. ഇത് 19-20 ആണെന്ന് തോന്നുന്നു ഈ ഒരു പൊളിപ്പിക്കൽ നടന്നത്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതേ സിനിമയുടെ അപ്പൊ ഇവരെല്ലാവരും എന്നെ വിളിക്കുകയാണ്, അപ്പൊ എല്ലാവർക്കും എന്റെ ബൈറ്റ് വേണം. അപ്പം ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ ഓരോ ചാനലിലും എല്ലാ ചാനലിലും ബൈറ്റ് കൊടുത്തു ഇതിന്റെ. അപ്പം ഞാൻ പറഞ്ഞ അത് ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ എഹഡ് ഓഫ് ടൈം നിൽക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ പല സിനിമകളിലും അങ്ങനെ ഒരു ഭാഗ്യമാണ്. അത് നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല, പക്ഷെ അതൊരു ഭാഗ്യത്തിന്റെ പേരിൽ വരുന്നതാണ്. ഇപ്പൊ പറഞ്ഞ പല സിനിമകളും ഇന്നും ഇപ്പൊ നമ്മൾ വെറുതെ എടുത്ത് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ കോമഡി എന്ന് പറഞ്ഞ് വരുന്ന സിനിമകളിൽ പലതിലും കോമഡി ബിറ്റ്സ് എൻ്റെ സിനിമകളിലെ ഇന്നലെ ഞാൻ വെറുതെ നോക്കിയപ്പോഴത്തേക്കും ഇന്നലെ മറ്റേ നഗരങ്ങളിൽ ചെന്ന് രാവാർക്കാമിലെ ഒരു സീക്വൻസ്, ഇത്രയും ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു അതിൻ്റെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് അത് കൊടുത്തിരിക്കുന്നു. അപ്പൊ അതുപോലെ ഇപ്പം ജഗതിയിലെ സംഭവങ്ങൾ അതിലെ, അതുപോലെ ഓരോ സിനിമകളിലെയും ചിത്രവാദിയിലെ ചില സീക്വൻസുകൾ. അപ്പൊ അത് നമുക്കൊരു വളരെ സന്തോഷമാണ്. ഇപ്പോഴും നമ്മുടെ സിനിമ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ തന്നെ അത് മനസ്സിലാവും. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പലരും ചെല്ലുമ്പോൾ ഇന്ന സിനിമകളല്ലേ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പോലും നമുക്കിപ്പോഴും, ഞാനിപ്പോൾ സിനിമ ചെയ്ത ശേഷം 13 വർഷമായി. 13 വർഷമായി ഞാൻ സിനിമ ചെയ്തിട്ട്. ഇപ്പൊ ഈ 13 വർഷത്തിന് ശേഷവും ഇപ്പോഴും എൻ്റെ സിനിമകൾ ആൾക്കാർ മനസ്സിലുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. ഈ ടെക്നോളജിയുമായിട്ട് ചേർന്ന് പോകാനും, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളികൾക്ക് അധികം അറിയാത്ത കാര്യമാണ്, ഏറ്റവും അധികം സന്തോഷവനായിട്ട് വർക്ക് ചെയ്ത ചുരുക്കം ചില മലയാളം ഡയറക്ടേഴ്സിൽ ഒരാളും കൂടിയാണ് സാർ. പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാ സിനിമകളും ടെക്നോളജിയായിട്ട് അത്രയും ചേർന്ന് ടെക്നിക്കലി ഭയങ്കര അപ്ഡേറ്റും ആയിരുന്നു ആ സിനിമകളൊക്കെ തന്നെ. അതിനെന്താ ശരിക്കും പ്രേരിപ്പിച്ചത്? അതിനെന്തായിരുന്നു ഇൻഫ്ലുവൻസ്? ഫോറിൻ സിനിമകൾ കാണുമായിരുന്നോ, അതോ അന്ന് കാലത്തെ ഏറ്റവും ടോപ്പ് ടെക്നീഷ്യൻസ് ആയ ശ്രീകർ പ്രസാദ് ഒക്കെ ആയിട്ടുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള സംസാരങ്ങൾ, കോൺവെർസേഷൻസ് ആണോ ഹെൽപ്പ് ചെയ്തത്? എന്താ ശരിക്കും ഹെൽപ്പ് ചെയ്തത്? സത്യം പറഞ്ഞാൽ ഏറ്റവും കുറച്ച് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഓക്കെ, വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. പണ്ട് കാലത്ത് കാണും, ഇപ്പൊ ഞാൻ കാണാറില്ല. സത്യമാണത്. കാര്യം മറ്റൊന്നുമല്ല, ഞാനങ്ങനെ അതിൽ നിന്ന് കാണാനുള്ളൊരു അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല ഒരിക്കലും. ഇംഗ്ലീഷ് സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും നമ്മളൊന്നും ഒരിക്കലും ഒരു കാര്യവും ഞാൻ വെൽ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യാറില്ല. നമ്മുടെ ഒരു ലൊക്കേഷൻ ചെല്ലുമ്പോൾ അവിടെ എന്ത് തോന്നുന്നു അത് മനസ്സിൽ തോന്നുന്നു ചെയ്യാന്നുള്ളതാണ്. അത് അപ്പം തോന്നിക്കുന്നു ചെയ്യും. അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഷോർട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ ലൊക്കേഷൻ ഇന്നേരം ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പല സിനിമകൾക്കും സ്ക്രിപ്റ്റും പൂർണ്ണമായിട്ടുണ്ടാവാറില്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, ആ ലൊക്കേഷൻ വെച്ചായിരിക്കും മിക്കവാറും അതൊന്ന് ഇംപ്രൂവൈസ് ചെയ്യുക. മിക്കവാറും എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ 1-2 സിനിമകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം റൈറ്റർ കൂടെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ആ സിനിമ അപ്പം ആ സീക്വൻസ് ഉണ്ടാവും, ആ വൺ ലൈൻ ഉണ്ടാവും. ആ സിനിമയിലെ ഡയലോഗ്സ് പോലും നമ്മൾ ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും എഴുതുന്നത്. നമ്മൾ ഒരു ലൊക്കേഷനിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, ആ സാധ്യതകൾ വെച്ചിട്ടായിരിക്കും ആ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സീൻ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ലൊക്കേഷൻ ചെന്നാൽ നമ്മൾ സെറ്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ മനസ്സിലുള്ള സെറ്റ് നമുക്ക് ഇടാം. അതല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആ ലൊക്കേഷനിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഷോട്ട് വെക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല.
അപ്പോൾ നമ്മുടെ മനസ്സിലത് വല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്ത ഒരു ഇതും ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ അവിടെ ചെന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതിങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പോൾ ആ രീതിയിലാണ് മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളുടെയും ഒരു പാറ്റേൺ നടന്നിട്ടുള്ളത്.